ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ എന്തിനാണ് ഇങ്ങനെ കൈകടത്തുന്നത് എന്ന് ഒരു വിമർശനം ഉയർന്നു വരുന്നുണ്ട്. അതിനെന്താ മറുപടി സർ? ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്, ആർക്കും എന്ത് വേണമെങ്കിൽ പറയാം, അതാണ് ഫ്രീഡം ഓഫ് സ്പീച്ച്. പക്ഷേ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ദുഷ്പ്രയോഗം ചെയ്യുന്നതാണ് ഇതെല്ലാം. ഒരാളെ നമുക്ക് തെറി പറഞ്ഞിട്ട് അതെൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം പറഞ്ഞാൽ അത് നമ്മുടെ മര്യാദയല്ല, നമ്മുടെ സംസ്കാരമല്ല. അതുകൊണ്ട് നല്ല ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ ഉപയോഗിച്ച് നല്ല സിനിമകളെടുത്ത് ജനങ്ങൾക്ക് വിദ്യാഭ്യാസവും അറിവും ജനങ്ങൾക്ക് ഈ നാടിനെക്കുറിച്ചുള്ള സംസ്കാരവും എടുക്കുന്ന രീതിയിലുള്ള സിനിമകൾ എടുക്കുക. അല്ലാതെ ജനങ്ങളിലേക്ക് വിഷം തുപ്പുന്ന രീതിയിലുള്ള സിനിമകൾ എടുക്കുന്നത് ഒരു കണക്കിലും ആവിഷ്കാര സ്വാതന്ത്ര്യമേ അല്ല. ഒന്നുകൂടി ചോദിക്കട്ടെ, അത് എമ്പുരാൻ എന്നുള്ളൊരു സിനിമ എടുത്തത് ഒരു രാജ്യദ്രോഹപരമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? എമ്പുരാൻ എന്ന സിനിമയെടുത്ത് തീർച്ചയായും എമ്പുരാൻ എന്ന സിനിമയുടെ ആശയങ്ങളാണ് രാജ്യവിരുദ്ധമേ തവിര സിനിമയല്ല. ആ സിനിമയെടുത്ത ആശയങ്ങളും അവരുടെ കാഴ്ചപ്പാടുകളും തീർച്ചയായും അത് രാജ്യവിരോധം തന്നെയാണ്. അങ്ങനെയുള്ള സിനിമകൾക്ക് ഞങ്ങൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല. അപ്പോൾ സിനിമയായി കണ്ടൂടെ എന്ന് ചോദിക്കുന്നവരോട് എന്താ പറയാനുള്ളത്? അല്ല, സിനിമയായി കാണാം, അത് തെറ്റൊന്നുമില്ല. പക്ഷേ സിനിമയിൽ നല്ല കാര്യങ്ങൾ നല്ല സിനിമയായിട്ട് കാണുക. പണ്ട് കാലത്ത് ഈ നാടകങ്ങളിലൂടെയായിരുന്നു രാഷ്ട്രീയം പറഞ്ഞിരുന്നത്. അതേപോലെ ഇന്ന് ഈ സിനിമകളിലൂടെ രാഷ്ട്രീയത്തിന് പകരം ഇവർ ഈ ദേശവിരോധ നടപടികൾ ഈ സിനിമകളിൽ കൊണ്ടുവന്ന് ജനങ്ങളെ വിഷം തുപ്പുന്ന രീതി ഒരിക്കലും അനുവദനീയമല്ല. അത് നമ്മൾ ഒരിക്കലും അനുവദിക്കുകയുമില്ല.